ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാർഡ്ബോർഡൊക്കെ ആയിട്ടാണ്. സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു വോൾ ഡെക്കർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ ഇതൊരു സ്റ്റഡി ടേബിൾ ഡെക്കോറൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ഡെക്കോർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ലൈറ്റ് ഡെക്കോറാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ വല്ലഭന് പുല്ലു ആയതെന്ന് പറയുന്ന പോലെ എൻ്റെ കയ്യിൽ എവിടെ നോക്കിയിട്ടും പെണ്ണ് കാണുന്നില്ല. ലാസ്റ്റ് കയ്യിൽ കിട്ടിയ ഒരു ശംഖ് വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കിളിക്കാൻ പട്ടി ഉണ്ട് കേട്ടോ. എത്ര പറഞ്ഞാലും ഇവിടെ ഇരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അത് ചിലങ്കേൻ്റെ സൗണ്ട് കേൾക്കും. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു കുഞ്ഞു മാഗത്തിൻ്റെ ക്യൂട്ടായിട്ടുള്ള ഒരു പിക്ചർ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതാ ഇതുപോലൊരു കട്ടിയുള്ള വൈറ്റ് പേപ്പറിലേക്ക് അതൊന്ന് വെച്ച് കൊടുത്തിട്ട് ആ സെയിം അളവൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു കറക്റ്റ് അളവിന് ശേഷം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിത് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെനിക്കൊരു ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ കിട്ടിയിട്ടുണ്ടായ ഒരു കവറാണ് കേട്ടോ. അതും ഞാൻ വെറുതെ കളഞ്ഞില്ല, അത് ഈ ഒരു വർക്കിന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നല്ല രീതിയിൽ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു പേപ്പറിലേക്ക് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഗ്ലൂ ഗണ്ണ് നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഒട്ടിച്ചിട്ട്. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം കുന അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി കൊടുത്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കറക്റ്റ് ഷേപ്പ് ഫോളോ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ റൗണ്ട് സ്ക്വയറും ഒക്കെ നമ്മൾ സ്ക്വയർ ചെയ്യാൻ അത്ര പാടില്ല. പക്ഷേ ഇതുപോലത്തെ ഷേപ്പൊക്കെ വരുമ്പോൾ, റൗണ്ട് ഷേപ്പൊക്കെ വരുമ്പോൾ ഇതുപോലെ കുന കട്ട് ചെയ്തിട്ട് നമ്മൾ മടക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ആ ഒരു ഷേപ്പ് നമുക്ക് ഫോളോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു പോർഷനായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക, മടക്കി കൊടുക്കുക. എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു വയറിൻ്റെ ലെങ്ത്ത് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ പ്ലഗുമായിട്ട് കുറച്ച് ദൂരമാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ക്യാമറ. അതിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല നീറ്റായിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു പേപ്പർ. ഇനി വേണ്ടത് ഇതാ ഇതുപോലത്തെ ഒരു ലൈറ്റാണ്. ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ കൊടുക്കാൻ പറ്റുന്നത് ഒരു ചെറിയൊരു LED ലൈറ്റാണ്. അത് എടുത്തിട്ടുണ്ട്. ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിത് ചുറ്റുമായിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ വശത്തും ലൈറ്റിൻ്റെ ആ ഒരു ബൾബ് വരുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് ലൈറ്റ് ഉണ്ടാവും. പല സ്ഥലങ്ങളിൽ ലൈറ്റ് ഇല്ലാതൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഡ്രോപ്സ് ആയിട്ട് ഗ്ലൂ ഗൺ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുഞ്ഞു നല്ല രീതിയിൽ ഇവിടെ ആ ഒരു കംപ്ലീറ്റ് ലെങ്ത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുത്തു. ആ ഒരു സ്വിച്ചിൻ്റെ പോർഷനും കൂടി ഹൈഡ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുപ്പിച്ച് ബൾബൊക്കെ വരുന്ന പോർഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പഞ്ഞിയാണ്. എൻ്റെ ശരിക്കും ഒരു നോർമൽ ടൈപ്പ് കോട്ടൺ അല്ല കേട്ടോ. എനിക്കിത് ഇവിടുത്തെ ഒരു പില്ലോന്ന് കിട്ടിയിട്ടുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി കിട്ടൂല എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പഞ്ഞി കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ഉണ്ടായത്. അവസാനം ചെയ്തെടുത്തൊരു വർക്കാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഇപ്പം കാണാൻ തന്നെ ഒരു മേഘത്തിൻ്റെ ലുക്ക് വന്നില്ലേ. ലൈറ്റ് ഇടുമ്പം ഭയങ്കര രസമുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളുടെയൊക്കെ ഒരു ടേബിൾ ലാമ്പായിട്ടോ അല്ല ഒരു ബെഡ് ലൈറ്റൊക്കെ ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു. ടേക്ക് കെയർ. ടാറ്റാ.